ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചമ്മന്തിയാണ്. നമ്മുടെ മുളക് ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനാവശ്യമുള്ളതെന്ന് നോക്കാം. ഞാൻ ഇവിടെ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉണക്കമുളകാണ്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിപ്പോൾ കഷ്ണങ്ങളായിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കുരു മാറ്റിയിട്ടുള്ള പുളിയാണ്, നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പുളി. അത് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ കറിവേപ്പില വേണം, ആവശ്യത്തിന് വെളിച്ചെണ്ണ, അതേപോലെ തന്നെ ഉപ്പ്. ഇപ്പം ഞാനിവിടെ ചുവന്നുള്ളി എടുത്തിരിക്കുന്നത് ഒരു 15 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ കഷ്ണങ്ങളായിട്ട് വെച്ചിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു 10 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നോക്കിയിട്ട് എടുക്കാട്ടോ, കാരണം എരിവ് നമുക്ക് അരച്ച് കഴിയുമ്പോൾ കുറവുണ്ടെങ്കിൽ അതിലേക്ക് വീണ്ടും ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ കറക്റ്റ് എണ്ണ ഞാൻ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു തരാം. അരച്ച് കഴിയുമ്പോഴാണല്ലോ നമുക്ക് കറക്റ്റായിട്ട് എന്തോരം എരിവ് കറക്റ്റായിട്ട് വരുമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മൾ സാധാരണ നാടൻ വിഭവമല്ലേ, അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് മുളക് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാ മുളകും ഞാനിപ്പോൾ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരയ്ക്കുന്ന സമയത്ത് കുറവാണെങ്കിൽ എരിവിനനുസരിച്ച് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അതിലെങ്കിൽ നല്ലപോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് പെട്ടെന്ന് ഇടുമ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഒരു മീഡിയം തീയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നവരെ പെട്ടെന്ന് ആയി കിട്ടും. നമുക്ക് ചേഞ്ച് ആവുമ്പോൾ നമുക്ക് എടുക്കാം. അവിടെ ഇപ്പോൾ ഇട്ടപ്പോൾ തന്നെ നല്ല ചൂടായ എണ്ണയായാലും നമുക്ക് നല്ല പോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്, അല്ല ഇങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതേ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. വറുത്ത് കിട്ടുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ മുളകൊക്കെ നല്ല പോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ നമുക്ക് മുളക്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി, ഉള്ളിയുടെ അളവൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. നല്ല പോലെ ഇത് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ വാട്ടിയെടുക്കാം. പുളി ഞാൻ അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് ഓരോരുത്തരുടെ എരിവിനും പുളിക്ക് അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയുടെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം, കുഴപ്പമില്ല. ഇത് നല്ല പോലെ ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ എടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വറ്റൽമുളകും ഉള്ളിയും കൂടി ഒരുമിച്ചിടാൻ പാടില്ല കേട്ടോ. അത് ഒരുമിച്ചിട്ടാൽ ചിലപ്പോൾ വറ്റൽമുളക് ശരിക്കും വറുത്ത് കിട്ടില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ വറ്റൽമുളക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉള്ളിയിട്ടിട്ട് വഴറ്റിയെടുത്തത്. ഇനി ഇത് രണ്ടും ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചമ്മന്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് ആ വെളിച്ചെണ്ണപ്പാടെ തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് ഞാൻ ഒരു 6 എണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എരിവ് കുറവാണെങ്കിൽ വീണ്ടും ഇടാം. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ വേണ്ടി. ഇനി നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. പുളി നിങ്ങളുടെ ഇതിനനുസരിച്ച് ഞാൻ ഇതിൻ്റെ പകുതി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ അരച്ചെടുത്തിട്ട് വരാം. ഞാൻ ചമ്മന്തി നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 2 പച്ചമുളകും കൂടി എക്സ്ട്രാ ചേർത്തായിരുന്നു. അതായത് 10 മുളകാണ് ഞാൻ എടുത്തു വെച്ചിരുന്നത്. അതിൽ 8 മുളക് ഞാൻ ഇതിലേക്ക് ചമ്മന്തിക്ക് വേണ്ടി ഇപ്പം അരച്ചപ്പോൾ എടുത്തായിരുന്നു.
രണ്ടെണ്ണം എടുത്തിട്ടില്ല. അതേപോലെ തന്നെ പുളി ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ പുളിക്കനുസരിച്ചും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പം എനിക്ക് അത്യാവശ്യത്തിന് പുളിയുള്ളതാണ്, ഞാൻ മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ 15 ഉള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ് ചേർത്തിരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ വാട്ടുന്ന സമയത്ത് കുറച്ചും കൂടി വെളിച്ചെണ്ണ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ട്, അപ്പോൾ നമുക്കിങ്ങനെ പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ചേർത്ത് കൊടുത്തൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ട് വീട്ടിലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഉള്ളിയും മുളകിൻ്റെ അളവൊക്കെ മാറ്റം വരുത്തി കൊടുത്താൽ മതി. അതേപോലെ തന്നെ പുളിയുടെ അളവും ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് എരിവിൻ്റെ അതും. ഇപ്പോൾ ഒരു അത്യാവശ്യം എരിവുണ്ട് താനും ഇതിന്. നമുക്കിത് കപ്പയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്